നല്ല യുദ്ധമാണ്. ഇപ്പൊ ആന്റോ ആന്റണി സ്ഥാനത്ത് ഒരു കാര്യം പറഞ്ഞു. ആന്റോ ആന്റണി എന്ത് ചെയ്തെന്നാണ് അവർ ആദ്യം ചോദിച്ചത്. ഒന്നും ചെയ്തില്ലെന്നൊരു പറഞ്ഞു. പൊക്കവിളക്ക് അതിൽ ആന്റോ ആന്റണി അത് ചെയ്തു ഇത് എന്നൊക്കെ പറഞ്ഞു. അവസാനം എവരുടെ MLA-മാരെ ഇത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ചോദിച്ചപ്പോ അവരെല്ലാം അഴിമതിക്കാരായി മാറി. ഇപ്പൊ ആ MLA-മാരെ നടത്തിയ 8,000 കോടി രൂപയുടെ വികസനമാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രം നടന്നിരിക്കുന്നത്. ഈ പത്തനംതിട്ട താങ്കളുള്ള ചോദ്യം ഇതായിരുന്നു. ഇവര് തോക്കുമെന്ന് ഉറപ്പുള്ള ഒരു പാർട്ടിയാണ്. അവർക്ക് എന്തും പറഞ്ഞിട്ട് അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇവിടെ ആന്റോ ആന്റണി ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങള് ഇവര് തന്നെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് തന്നെ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ്. ആന്റോയുടെ വികസന പ്രവർത്തനങ്ങൾ റോഡ് സൈഡിലുള്ള എല്ലാം മറയ്ക്കാൻ വീണ ജോർജിന്റെ പേരിൽ ഞാൻ കണ്ടല്ലോ അവിടെ. വീണ ജോർജിന്റെ പേരിൽ അവിടെ ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടു. ഞങ്ങൾ പരാതിയുടെ പൊതുസ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ വെച്ചിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡുകളിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടെങ്കിൽ മറയ്ക്കണമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പരാതി. പക്ഷെ നിങ്ങൾ പരാതി കൊടുത്തു. അല്ല, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വികസനം ബസ് സ്റ്റാൻഡിന്റെ രൂപത്തിൽ വികസനം പത്തനംതിട്ട വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ തന്നെ വായിക്കാൻ പറയുന്നു. മറുപടി തൊഴിലിന്റെ കാര്യത്തിൽ വൈജ്ഞാനിക പത്തനംതിട്ട. ഈ ബഹളം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഉത്തരം പറയാൻ വൈജ്ഞാനിക പത്തനംതിട്ട അല്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഇവരുടെ വികസനം പൊളിഞ്ഞല്ലോ. ഇല്ലെന്നുള്ളത് പൊളിഞ്ഞു. ഇവര് തന്നെ വികസനം പൊളിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇടപെടരുത്. രസമില്ല. അപ്പൊ ഇവര് വികസനം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കാണിച്ചു കൊടുത്തതേ നിൽക്കുന്ന വികസനം. അപ്പൊ ഇവര് പാസ്പോർട്ട് ഓഫീസ് ഇവിടെ ഉണ്ട്, പത്തനംതിട്ട ഉണ്ട്. അതിന്റെ മുന്നേ കൊണ്ട് തുണി വരിക്കാൻ നാട്ടുകാരെ അവരെ ഓടിച്ചു. സെൻട്രൽ സ്കൂൾ 3 പത്തനംതിട്ട ഉണ്ട്. അവിടെ ഇവർ തുണിയായിട്ട് മറയ്ക്കാൻ നോക്കി. എങ്ങനെ മറയ്ക്കാൻ പറ്റും? ഇവരെന്തേ കാണിക്കുന്നത്? ഇവര് സൂര്യനെ മുറം കൊണ്ട് മറയ്ക്കാൻ പറ്റുമോ? അപ്പൊ വികസനം ഇവിടെ ധാരാളമായിട്ട് വന്നു. അപ്പൊ അവരുടെ വാദം പൊളിഞ്ഞു പോയി. ഇപ്പൊ തൊഴിലാണ്. ഇപ്പൊ ഇവരുടെ സ്ഥാനത്ത് എന്താ പറയുന്നത് അറിയാമോ? ഇവിടെ 48,000 തൊഴിൽ ഞാൻ കൊടുക്കുന്ന പറഞ്ഞു. അത് ആദ്യമേ പൊളിഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ 20 വർഷം ആലപ്പുഴ MLA ആയിരുന്നല്ലോ, ഒരു 100 പേരെ അവിടെ തൊഴിൽ കൊടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ആരെയും കാണിക്കാൻ അവർക്കില്ല. മൈഗ്രേഷൻ കോൺക്ലേവ് തട്ടിപ്പ് കൊണ്ടുവന്നു. ആ തട്ടിപ്പിൽ വലിയ പണപ്പിരിവ് നടന്നു. ഒരു മെഡിക്കൽ ഒരു ആശുപത്രിക്ക് നഴ്സിംഗ് കോളേജ് അനുവദിക്കാൻ 25 lakhs കൈക്കൂലി വാങ്ങുന്ന ആരോപണം വരെ മലയാള മനോരമ പത്രം വെണ്ടയ്ക്കായിൽ നിരത്തിയിട്ട് ഒരു മാനനഷ്ട കേസ് പോലും ഇവരുടെ സ്ഥാനത്ത് കൊടുത്തിട്ടില്ല. ഇപ്പൊ ഈ സഹോദരി തൊഴിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ച സർക്കാരാണ് കേരള സർക്കാർ. വർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞാണ് BJP സർക്കാർ. ഞങ്ങളോ 30 ലക്ഷം തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുകൾ ഒറ്റ വർഷം കൊണ്ട് നികത്തും. 1 ലക്ഷം രൂപ ചെറുപ്പക്കാർക്ക് അപ്രന്റീസ്ഷിപ്പ് കൊടുക്കും, ഫീസ് കൊടുക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയരുന്ന ബഡ്ജറ്റുകൾ, ഈ പറയുന്ന പൊക്ക വിളക്കുകൾ, ഈ പറയുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ, പാസ്പോർട്ടിന് സേവാ കേന്ദ്രം, ഇതൊക്കെ പത്തനംതിട്ട സംഭവിച്ചതല്ലേ? സേവാകേന്ദ്രം നേരത്തെ ഉണ്ടായിരുന്നതാ. അത് പോയപ്പോ തിരിച്ചു വന്നതാ. പോയത് തിരിച്ചു വന്നു എന്നല്ലാതെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളെ ഞാനൊരു കാര്യം പറയാം. സാധാരണ യു.പി.എ. ഭരണകാലത്ത് പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. യു.പി.എ. ഭരണകാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആന്റോ ആന്റണി കഴിവെന്ന് പറഞ്ഞ വെയിറ്റിംഗ് ഷെഡാ. 5 വർഷക്കാലം ആന്റോ ആന്റണി മണ്ഡലത്തിൽ കണ്ടോ? ആന്റോ ആന്റണി എവിടെയായിരുന്നു? കാണാനില്ലായിരുന്നല്ലോ. ആന്റോ ആന്റണി കാണാനില്ലായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ആന്റോ ആന്റണി ഒരിക്കലുമല്ല. 26-ാം തീയതി നിങ്ങൾ 26-ാം തീയതി ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതും. അത് അനിൽ കെ ആന്റണിക്ക് അനുകൂലമായിട്ടാ, അല്ല ആന്റോ ആന്റണിക്ക് അനുകൂലമായിട്ടല്ല. അല്ല, പിന്നെ ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നു പറഞ്ഞു. ഞങ്ങൾ ആത്മനിർഭർ ഭാരതിലൂടെ, സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലൂടെ, അതുപോലെ സ്റ്റാൻഡപ്പ് ഇന്ത്യയിലൂടെ, മുദ്രാ ലോണിലൂടെ സ്വയം പര്യാപ്തമായ ഭാരതത്തിലേക്ക് സത്യമാ. മോദി സർക്കാർ വരട്ടെ, ഞങ്ങൾക്കത് ആഗ്രഹം. 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, കിട്ടിയോ? തൊഴിൽ രഹിത ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഒരു ജോലിയില്ല.
ജോലിയില്ല. ജോലിയില്ല, വാഗ്ദാനങ്ങളെ ഉള്ളായിരുന്നു, ജോലിയില്ല. അപ്പൊ അത് മോദി മോദി സർക്കാരോ? സർക്കാർ വരാൻ തന്നെ ഞങ്ങൾ 2 ആഗ്രഹിക്കുന്നത്. കോടി തൊഴിൽ തരുമെന്ന മോദി സർക്കാർ പറഞ്ഞത്. ജോലി കിട്ടിയോ? എവിടെ തന്ന്? അവർ തരും. ആ? കിസാൻ എന്തെല്ലാം 10 വർഷമായിട്ട് കിട്ടിയോ? അതായത് അധികാരത്തിൽ വരട്ടെ, ഞങ്ങൾക്ക് ആഗ്രഹം. 10 വർഷമായിട്ട് കിട്ടിയോ? അവർക്കൊരു ദിവസം ഭരിക്കാൻ അവസരം കൊടുക്കാൻ. അപ്പൊ നമുക്ക് ശരി ഇടവേളയ്ക്ക് പോകാം.